ഹലോ എവ്രി വൺ. ആകാശം എന്ന കഥയുടെ 47ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. മനസ്സ് തകർന്ന് കനക നിലത്തേക്കിരുന്നു. ഹൃദയം പൊട്ടി അവൾ മതിയാകുവോളം കരയുകയായിരുന്നു. ലെറ്ററിനൊപ്പമുള്ള ആ നോട്ടുകെട്ടിലേക്ക് അവളുടെ കണ്ണുനീർ വീണ് നനഞ്ഞു. ഇത് കൂടെ കിടന്നതിനും സ്നേഹിച്ചതിനും ബാലചന്ദ്രൻ തന്ന കൂലിയാണോ? അവൾ ജീവൻ തുടിക്കുന്ന തൻ്റെ വയറ്റിലേക്ക് അമർത്തി പിടിച്ചു. എന്നാലും ഒരു ജീവൻ ഈ ഉദരത്തിൽ വളരുന്നുണ്ട് എന്ന് അറിഞ്ഞതിനു ശേഷവും ബാലേട്ടൻ തന്നോടിങ്ങനെ ചെയ്തുവല്ലോ. അവളുടെ മനസ്സ് മരവിച്ചു പോയിരുന്നു. അതിനുശേഷവും ഭദ്രനോട് അവൾ ഒന്നും സംസാരിച്ചില്ല. ദാ, നിനക്ക് നീലേശ്വരത്തേക്ക് തിരിച്ചു പോകാനുള്ള ബസ്സിൻ്റെ ടിക്കറ്റ്. ഇതും ബാലചന്ദ്രൻ സാർ തന്ന് ഏൽപ്പിച്ചതാണ്. അദ്ദേഹം നാട്ടിൽ നിന്നും തിരിച്ചെത്തുമ്പോൾ തന്നെ ഇവിടെ കാണരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ മുതൽ നിനക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലിയില്ല. കനകയുടെ മുഖം വലിഞ്ഞു മുറുകി. അവൾ തൻ്റെ കയ്യിലെ പണവും പേപ്പറും ഭദ്രന് തന്നെ തിരികെ നൽകി. എനിക്കിത് വേണ്ട. ഇതയാൾ വന്ന ശേഷം അയാൾക്ക് തന്നെ കൊടുത്തേക്കൂ. അവൾ പിന്നീട് കോട്ടയത്ത് നിന്നതേയില്ല. ജോലിയുടെ ആവശ്യാർത്ഥമാണ് നീലേശ്വരത്ത് നിന്നും വന്നതും ഹോസ്റ്റലിൽ താമസിച്ചതും. ഇനി അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവൾ ഓർഫണേജിലേക്ക് തിരികെ പോയി. കനകലക്ഷ്മി നാട്ടിലേക്ക് പോയ ശേഷം ഭദ്രൻ അടുത്ത കരുക്കൾ നീക്കി. ബാലചന്ദ്രൻ പോയ സമയത്ത് ഒരാക്സിഡൻറ്റിൽ കനക മരണപ്പെട്ടു എന്ന വാർത്തയാണ് അയാൾ ബാലചന്ദ്രനെ അറിയിച്ചത്. കേട്ടത് വിശ്വസിക്കാനാവാതെ ബാലചന്ദ്രൻ തരിച്ചു നിന്നു. ഭദ്രൻ്റെ ചതിയും കുടിലബുദ്ധിയും മനസ്സിലാക്കാൻ സാധിക്കാത്ത അദ്ദേഹം കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഭദ്രൻ്റെ അനിയത്തിയായ ഗായത്രിയെ വിവാഹം കഴിച്ചു. ഭദ്രൻ നിർബന്ധപൂർവം തന്നെ ബാലചന്ദ്രനെ കൊണ്ട് ഗായത്രിയെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. കനക മരണപ്പെട്ടു എന്ന് വിശ്വസിച്ച ബാലചന്ദ്രൻ പിന്നീട് അവളെക്കുറിച്ച് ഒന്നും അന്വേഷിച്ചിരുന്നില്ല. വിശ്വസിച്ച് കൂടെ നിന്നവൻ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് കരുതിയ കനക പിന്നീട് ബാലചന്ദ്രനെ കോണ്ടാക്റ്റ് ചെയ്യുവാനും ശ്രമിച്ചില്ല. താൻ നാട്ടിലേക്ക് പോയതും പിന്നീട് അവളുടെ മരണവാർത്ത അറിഞ്ഞതും വരെയുള്ള കാര്യങ്ങൾ ബാലചന്ദ്രൻ കിരണിനോടായി വേദനയോടെ പറഞ്ഞു. മോനെ, നിനക്ക് നമ്മുടെ ലക്ഷ്മി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അനുപമ. അവളും നിന്റെ അനിയത്തിക്കുട്ടിയാണ്. അയാളുടെ വാക്കുകൾ ഒരിടത്തിയായി കിരണിൻ്റെ കാതുകളിൽ അലയടിച്ചു. എന്തൊക്കെയാ പപ്പ ഈ പറയുന്നത്? എനിക്കിതൊന്നും കേൾക്കണ്ട. കിരൺ കൈകൾ കൊണ്ട് കാതുകൾ പൊത്തിപ്പിടിച്ചു. തൻ്റെ മകൻ്റെ ഹൃദയം തകരുന്ന വേദന കണ്ട് ആ പിതാവ് വളരെയധികം വേദനിച്ചു. സമയം രാത്രിയായി. ഒരുപാട് നേരമായി അനുപമ കിരണിനെ വിളിക്കാൻ തുടങ്ങിയിട്ട്. കുടുംബത്തോടൊപ്പം ഉച്ചതിരിഞ്ഞ് അമ്മ വീട് വിട്ടിറങ്ങിയ കിരൺ തന്നെ രാത്രിയായിട്ടും വിളിച്ചിട്ടില്ല. അങ്ങോട്ട് വിളിച്ചിട്ട് കോളിൽ കിട്ടുന്നുമില്ല. എന്തു പറ്റി കിരണിന്? അവൾക്കാകെ ടെൻഷനാവാൻ തുടങ്ങി. ഇത്ര സമയം അവൻ തന്നെ വിളിക്കാതിരിക്കാറില്ല. വല്ല അപകടവും സംഭവിച്ചുവോ എന്ന് പോലും അവൾക്ക് സംശയം തോന്നി. ഇതേ സമയം വീട്ടിൽ തിരിച്ചെത്തിയ ബാലചന്ദ്രൻ തൻ്റെ ബെഡ്റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ധൃതിയിൽ നടന്നുകൊണ്ടിരുന്നു. ഗായത്രി ഏറെ സമയം അദ്ദേഹത്തെ നോക്കി നിന്നു. ഇദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു? അനുപമയെ കണ്ടു വന്നതിന് ശേഷം ബാലേട്ടൻ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി. എന്തു പറ്റി ബാലേട്ടാ? മനസ്സിനെന്തോ പ്രയാസമുള്ളതുപോലെ എനിക്ക് തോന്നുന്നല്ലോ. അവൾ അയാളുടെ ഉള്ളറിയാൻ വേണ്ടി ചോദിച്ചു. അയാൾ അവളോട് എന്തു പറയണമെന്ന് ആലോചിച്ചു. തൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിറങ്ങിയ സ്ത്രീയാണ് കനക. അവളെ താൻ ജീവനെ പോലെ ഒരു നാൾ സ്നേഹിച്ചതാണ്. ഇപ്പോഴും അവളുടെ വേർപാടിൽ തൻ്റെ മനസ്സ് നീറിയെരിയാറുണ്ട്. അതെല്ലാം വ്യക്തമായി താൻ ഗായത്രിയോട് പറയാറുമുണ്ട്. ഈ ഒരവസരത്തിൽ കനക ജീവിച്ചിരിപ്പുണ്ടെന്നും അവളുടെ കൂടെയുള്ളത് തൻ്റെ മകളാണെന്നും ഇവൾ അറിഞ്ഞാലുള്ള അവസ്ഥ അത് വളരെയേറെ ദയനീയമായിരിക്കും. തന്നെ ജീവനെപ്പോലെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഗായത്രി ഒരുപാട് ടെൻഷൻ അടിക്കാൻ ഈ വാർത്ത കാരണമാകും. അത് കരുതിയ ബാലചന്ദ്രൻ തൽക്കാലത്തേക്ക് കനകയുടെ കാര്യം ഗായത്രിയിൽ നിന്നും മറച്ചുവെച്ചു. ഗായത്രി, നീ പറഞ്ഞത് തന്നെയാണ് ശരി. ഈ വിവാഹം അത് നമുക്ക് വേണ്ട. കിരണിന് ഒന്നുകൊണ്ടും അനുപമ ചേരില്ല. അവന് അവളെ വേണ്ട ഗായത്രി. ഗായത്രിക്ക് തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകൾ വിശ്വസിക്കാനായില്ല. എന്താണ് കേൾക്കുന്നത്? എല്ലാം കൈവിട്ടു പോയി എന്നറിഞ്ഞു വേദനിച്ച തനിക്കും ശ്വേതയ്ക്കും ഭദ്രേട്ടനും ആശ്വാസമേകുന്ന വാർത്തയാണിത്. അവൾ സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചു. ബാലേട്ടാ, എന്തുണ്ടായി? പെട്ടെന്നിങ്ങനെ തോന്നാൻ എന്താ കാരണം?
അവൾ സന്തോഷം അയാളെ അറിയിക്കാതിരിക്കാൻ പാടുപെട്ടുകൊണ്ട് ചോദിച്ചു. ഗായത്രി, എനിക്ക് കിരണിൻ്റെ സങ്കടം കാണാൻ വയ്യ. പക്ഷേ ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല. നീ അവനോടൊന്ന് സംസാരിച്ചു നോക്കൂ. കഴിയുന്നതും അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കൂ, അയാൾ ഗായത്രിയോടായി പറഞ്ഞു. ഗായത്രി സന്തോഷത്തോടെ തന്നെ ആ ദൗത്യം ഏറ്റെടുത്തു. ഇതേ സമയം കനകയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. 2 ദിവസമായി കനക തൻ്റെ മുറിയിൽ അടച്ചുപൂട്ടി കിടക്കുകയാണ്. ആലീസ് ചോദിച്ചപ്പോഴെല്ലാം സുഖമില്ലെന്ന് പറഞ്ഞ് കനക കിടന്നു. അനുപമയും ഏറെ സങ്കടത്തിലായിരുന്നു. കാര്യമായ എന്തോ പ്രശ്നം കിരണിന് സംഭവിച്ചിട്ടുണ്ട്. അമ്മ വീട്ടിൽ കുടുംബത്തോടൊപ്പം വന്നു പോയതിനു ശേഷം അവൻ തന്നെ ഫോണിൽ വിളിച്ചിട്ടേയില്ല. ആൻറ്റി, എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. എനിക്കിനിയും കാത്തിരിക്കാൻ വയ്യ. ഉടനെ തന്നെ എനിക്ക് കിരണിനെ കാണണം. അവളുടെ വാക്കുകൾ കേട്ട ആലീസ് അവളെ സമാധാനിപ്പിച്ചു. നീ ഒന്ന് സമാധാനമായിരിക്കാനോ? കിരൺ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ബിസിനസ്സുകളും തലയിൽ കൊണ്ട് നടക്കുന്ന ആളാണ്. അവരുടെയൊന്നും തിരക്കിനെ പറ്റി നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. അവൻ വല്ല തിരക്കിലും ആയിപ്പോയിട്ടുണ്ടാവും. ഫ്രീ ആവുമ്പോൾ അവൻ നിന്നെ വിളിക്കും. ആലീസിൻ്റെ വാക്കുകളൊന്നും കേട്ടിട്ടും അനുപമയുടെ സങ്കടം മാറിയിരുന്നില്ല. ഈ 2 ദിവസങ്ങളും കിരണും വീട്ടിൽ അടച്ചുപൂട്ടി കഴിയുകയായിരുന്നു. അവൻ തൻ്റെ തലയണയിലേക്ക് മുഖം അമർത്തി വച്ചു. ആ നെഞ്ചിനകത്ത് നിറയെ വിങ്ങലായിരുന്നു. എന്നാലും പപ്പയുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് താൻ ഒരിക്കലും കരുതിയതല്ല. തൻ്റെ സങ്കടം ഇനി എന്ന് തീരുമെന്നറിയില്ല. അനുവിനെ മറക്കാനും അവളെ സഹോദരിയായി കാണാനും തനിക്കാകുമോ? അവൻ ഒരു രൂപവുമില്ലാതെ അതേ കിടത്തം തുടർന്നു. തൻ്റെ പ്രാണേശ്വരിയാവാൻ ആഗ്രഹിച്ച് ഹൃദയം കൊടുത്ത് മനസ്സുകൊടുത്ത് സ്നേഹിച്ച അനുപമ തൻ്റെ സഹോദരിയാണെന്ന് മനസ്സിലാക്കിയ കിരണിൻ്റെ അവസ്ഥ ഏറെ ദയനീയമായിരുന്നു. കാത്തിരുന്ന് കാണാം ആകാശം. കഥയുടെ അടുത്ത പാർട്ടുമായി ഉടൻ തന്നെ വരുന്നതാണ്.